നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, മോന്തായം വളഞ്ഞാൽ പിന്നെ ബാക്കി 64 കഴുക്കോലും വളയുമെന്നുള്ളത്. ഇപ്പോൾ എന്തുകൊണ്ടിത് പറയുന്നെന്ന് ചോദിച്ചാൽ, ഇതുപോലെയാണ് നമ്മുടെ നാട്ടിലെ ചില വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ കാര്യം. ഏവരെയും അമ്പരപ്പിച്ച ഒരു സംഭവം, അത് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന ചെറുപ്പക്കാരൻ വിദ്യാർത്ഥി ആൾക്കൂട്ട വിചാരണയ്ക്കും 3 ദിവസം പട്ടിണിക്കിട്ട് അതിക്രൂരമായി മർദ്ദിച്ച് ഏറ്റവും ഒടുവിൽ അവനെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതൊരു ആത്മഹത്യയല്ല, കൊലപാതകം തന്നെയാണെന്ന് വീട്ടുകാർ ആണയിട്ട് പറയുകയാണ്. അങ്ങനെ ആൾക്കൂട്ട വിചാരണയ്ക്കിരയായി മരണപ്പെട്ടപ്പോൾ SFIക്കെതിരെ തന്നെയാണ് ജനങ്ങൾ മുഴുവൻ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. ആകെ ഒരൊറ്റ വിദ്യാർത്ഥി സംഘടന മാത്രമേ ആ കോളേജിലുള്ളൂ. മറ്റുള്ളവരൊക്കെ തന്നെ വാപൊത്തി മിണ്ടാതെ ഉരിയാടാതെ ഇരിക്കണമെന്ന കർശന നിർദ്ദേശത്തിൽ പ്രതികരിക്കുന്നവർ തന്നെയാണ്. SFIയുടെ നിയന്ത്രണത്തിലാണ് ഈ കോളേജ് ക്യാമ്പസ് മുന്നോട്ട് പോകുന്നത്. SFI അറിയാതെ ഒരു ഇല പോലും അവിടെ അനങ്ങില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. കോളേജ് ഡീനായിക്കോട്ടെ, വാർഡനായിക്കോട്ടെ, അതിനപ്പുറത്തേക്ക് ഒരു വാദവുമില്ല. ഇതിലേറെ പറയുന്നു, ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് മേൽ പോലും സംശയങ്ങൾ ഉയർന്നു വരികയാണ്. കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്ന ആവശ്യവും പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കെയാണ് നേരത്തെ പറഞ്ഞ പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം സാമ്യതകൾ ഉയരുന്നത്. SFIക്കാർ പ്രതിസ്ഥാനത്തെത്താതിരിക്കാനായി എന്ത് കാരണമാണുള്ളതെന്നുള്ള ചോദ്യം പലരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാര്യം തലപ്പത്തിരിക്കുന്നത് തന്നെ ഇപ്പോൾ പാഴായി മാറിയിരിക്കുകയാണ്. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ തന്നെ ഹോസ്റ്റൽ മർദ്ദന കേസിലെ പ്രധാന പ്രതിയാണ്. മാരകായുധങ്ങൾ ഉപയോഗിച്ച് സഹപാഠിയെ മാരകമായി പരിക്കേൽപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിലെടുത്ത വധശ്രമ കേസിൽ PM ആർഷോ എന്ന സംസ്ഥാന സെക്രട്ടറി ജയിലിലായതും നമ്മളാരും തന്നെ വിസ്മരിക്കാൻ പാടുള്ളതല്ല. 40 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയെയാണ് സംഘടനയുടെ തലപ്പത്തേക്ക് അന്ന് പ്രതിഷ്ഠിച്ചത്. ശേഷം ആർഷോയ്ക്ക് വേണ്ട എല്ലാ സംരക്ഷണവും പാർട്ടി തന്നെ ഒരുക്കി നൽകി എന്നുള്ളതിൻ്റെ വലിയ ദുരന്തമാണിപ്പോൾ മഹാരാജാസ് കോളേജിലെയും മറ്റ് ക്യാമ്പസുകളിലെയും ഏറ്റവും ഒടുവിലായി പൂക്കോട് ക്യാമ്പസിലുമൊക്കെ നടന്നിരിക്കുന്നതെന്ന് മുൻപ് തന്നെ KPCC പ്രസിഡന്റ് K സുധാകരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ആവർത്തിക്കുന്നത്. അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. SFIയെ തന്നെ നയിക്കുന്ന നേതാവിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റുള്ള നേതാക്കളും മറ്റണികളുമൊക്കെ ഇത്രയെങ്കിലും ആയില്ലെങ്കിലേ അതിശയമുള്ളൂ എന്നാണ് ഏവരും പറയുന്നത്. ക്യാമ്പസ് മർദ്ദന കേസിൽ ജാമ്യമില്ലാ വാറന്റ് നിലനിൽക്കുമ്പോഴായിരുന്നു SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ പൂക്കോട് റാഗിംഗ് കേസിൽ സംഘടനയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ ഒരു കാഴ്ച. SFI സംസ്ഥാന സെക്രട്ടറിയുടെ പേരിലുള്ള 40 ക്രിമിനൽ കേസുകളിൽ 16 എണ്ണം എന്ന് പറയുന്നത് ആയുധം ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയതും 3 എണ്ണം വധശ്രമവും, തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അങ്ങനെയുള്ള അനവധി കേസുകളാണ്. എന്തുകൊണ്ടും തലപ്പത്തിരിക്കാൻ യോഗ്യനായ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് PM ആർഷോ. മുൻപ് ആ സ്ഥാനം അലങ്കരിച്ചിരുന്നവരെ ഒന്നും തന്നെ വിസ്മരിക്കുകയും ചെയ്യരുത്. അവരെ വെച്ച് നോക്കുമ്പോൾ അവർക്കേറ്റ ഏറ്റവും വലിയ അടിയായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്. കേരളത്തിലെ ക്യാമ്പസുകളെ സംഘർഷഭരിതമാക്കുന്നതും അവിടെ നിയമലംഘനങ്ങളുടെ ഘോഷയാത്ര തന്നെ നടത്തിയാണ് ഇപ്പോൾ ഈ അണികളും നേതാക്കളുമൊക്കെ SFIയെ ചരിത്രത്തിൻ്റെ അവശേഷിപ്പ് മാത്രമാക്കാനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്കെതിരെ കർശന നടപടിയെടുക്കാനായി കേരള പോലീസിൽ ഒരൊറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഇല്ല എന്നുള്ളതാണ് ഏറെ വേദനയോടെ പറയേണ്ട മറ്റൊരു വിഷയം. പട്ടികജാതി വിഭാഗക്കാരിയായ ASFകാരിയായ വനിതാ സഖാവിനെ നടുചവിട്ടി ഓടിച്ച് ക്രൂരമായി മർദ്ദിക്കുകയും നിനക്ക് ഞങ്ങൾ തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുമെന്ന് ഭീഷണിപ്പെടുത്തി ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്തതിന് വേറെ കേസുകളുമുള്ള സ്ത്രീപക്ഷവാദിയായ നവോത്ഥാന നായകൻ കൂടിയാണ് PM ആർഷോ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സംഭവം, 2019 എറണാകുളം മഹാരാജാസ് കോളേജിലെ KSU പ്രവർത്തകനെ ക്യാമ്പസിനുള്ളിലെ ഹോസ്റ്റൽ മുറിയിൽ നഞ്ചക്ക് ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിച്ചു. പലതവണയാണ് കേസിൽ ആർഷോയ്ക്കെതിരെ കോടതി ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചത്. 2019 ഡിസംബർ 2-ാം തീയതി രാത്രിയിലാണ് ഈ അതിക്രമം മഹാരാജാസ് കോളേജിൽ നടന്നത്. അതിന് കാരണമായതാകട്ടെ അന്ന് PM ആർഷോയും ആർഷോയുടെ കൂട്ടാളികളും മദ്യപിക്കുന്നത് നേരിൽ കണ്ടു എന്നുള്ള മഹാ അപരാധം ചെയ്തു. എന്നാൽ അടി വാങ്ങി പിന്നോട്ട് പോകാനോ ആത്മഹത്യ ചെയ്യാനോ അന്നത്തെ ഇരയായ മുഹമ്മദ് അജാസ് തയ്യാറായിരുന്നില്ല. പകരം ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ആർഷോയുടെ എല്ലാ കണക്കുകൂട്ടലും അസ്ഥാനത്തായതും ആ സംഭവത്തിലായിരുന്നു. കോളേജ് ഹോസ്റ്റലിൽ SFI നേതാക്കൾ സംഘം ചേർന്ന് മദ്യപിച്ചു. അത് കണ്ടതിനെ തുടർന്ന് അതിക്രൂരമായി തന്നെ കെട്ടിയിട്ട് മർദ്ദിച്ചുവെന്നാണ് അജാസ് പോലീസിൽ പരാതി കൊടുത്തത്. ഇപ്പോഴും 1-ാം പ്രതി PM ആർഷോ തന്നെയാണ്. എന്നാൽ ഇരയായ മുഹമ്മദ് അജാസ് ആകട്ടെ KSU പ്രവർത്തകൻ കൂടിയായിരുന്നു, 1-ാം വർഷ വിദ്യാർത്ഥി കൂടിയായിരുന്നു. ഇതിൻ്റെ വൈരാഗ്യത്തിലാണ് തന്നെ ആർഷോയും സംഘവും മർദ്ദിച്ചതെന്നും അദ്ദേഹം തന്നെ, ആ കുട്ടി തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓടി രക്ഷപ്പെടാനായി ശ്രമിച്ച അജാസിനെ റോഡിലൂടെ ഓടിച്ചിട്ട് മർദ്ദിക്കുകയും അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെ വാഹനത്തിൽ കയറ്റി ലോ കോളേജ് ഹോസ്റ്റലിലെത്തിച്ച്
അതിക്രൂരമായ മർദ്ദനമായിരുന്നു, ഭീഷണിയായിരുന്നു പിന്നീട് നേരിടേണ്ടി വന്നത്. പിറ്റേ ദിവസം രാവിലെ വരെ മർദ്ദനം തുടർന്നു, പിന്നീട് വിട്ടയച്ചു. അപ്പോഴാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ അജാസ് എത്തി പരാതി സമർപ്പിച്ചത്. IPC 342, 323, 324, 365, 34 എന്നീ വകുപ്പുകൾ പ്രകാരം തന്നെയാണ് കേസെടുത്തത്. ആർഷോ മാറ്റമല്ല, കൂടെ ഉണ്ടായിരുന്ന മറ്റ് SFI നേതാക്കളായ ജിതിൻ, നിഖിൽ, അർജുൻ എന്നിവർ കൂടി പ്രതികളായിരുന്നു. ഭരണസ്വാധീനമുള്ളതുകൊണ്ട് തന്നെ ഇന്നും സംസ്ഥാന സെക്രട്ടറിയായി മറ്റൊരു പാവപ്പെട്ട വിദ്യാർത്ഥി ഇതുപോലെ ഇരയായി മരിച്ചപ്പോൾ അതിനെതിരെ ശക്തമായി സംസാരിക്കാൻ ഇപ്പോഴും രംഗത്തുണ്ട്, അതും പോലീസിൻ്റെ സംരക്ഷണത്തിൽ. കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അജാസിനെതിരെ നിരവധി തവണ ആർഷോ രംഗത്തെത്തിയിരുന്നു. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പലതവണ വിളിപ്പിച്ചിട്ടും ആർഷോ ഹാജരായിട്ടില്ല. ആർഷോയെ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്ന രീതിയിൽ കൊച്ചി സിറ്റി പോലീസും ഒളിച്ചുകളി നടത്തുകയാണ് കോടതിക്ക് മുന്നിൽ. പലതവണ സമൻസ് അയച്ചെങ്കിലും അതിനെ പ്രതികരിക്കാനോ തിരിഞ്ഞു നോക്കാനോ ഒന്നും തന്നെ ഇതുവരെയും ആർഷോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം. പിന്നാലെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചു. ആർഷോയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കേണ്ട പോലീസ് ഇപ്പോൾ കുടപിടിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. മകനെ എന്ന് വിളിച്ചുകൊണ്ട് വളരെ സ്നേഹലാളനയോടുകൂടി നേരത്തെ ആർഷോ നടത്തിയ പല സമരങ്ങളിലും പോലീസുകാർ ഇടപെട്ടതും ഏവർക്കും ഓർമ്മയുള്ള കാര്യം തന്നെയാണ്. പിടികെട്ടാപ്പുള്ളിയായ ആർഷോ തന്നെ ഇപ്പോൾ പിണറായി പോലീസിന് മുന്നിൽ നെഞ്ചും വിരിച്ച് മറ്റുള്ള എല്ലാ പോലീസുകാരെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഗവർണറെയും ഒക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നിട്ട് നിൽക്കുകയാണ്. പോലീസിനൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ. കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിൽ പോലും പോലീസ് അന്വേഷണം നടത്തി കൃത്യമായ പ്രതികളെ മുന്നിൽ നിർത്തിയാൽ മാത്രമേ കോടതിക്ക് പോലും യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കാൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം. ഇതുപോലെ നിരവധി കേസുകളിലാണ് ആർഷോ പ്രതിയായിട്ടുള്ളത്. അങ്ങനെ ഒരു വ്യക്തിക്ക് തന്നെയാണ് ഏറ്റവും യോഗ്യൻ, SFIയുടെ തലപ്പത്തിരിക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി. SFIക്കാർ കൂടുതൽ ക്രിമിനലുകളായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് സൈബറിടത്ത് വിമർശിക്കുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ SFI നേതാക്കളാക്കി നിലനിർത്തിയിരിക്കുകയാണോ എന്നുള്ള ചോദ്യവും ഈ ഘട്ടത്തിൽ തന്നെ ഉയരുന്നുണ്ട്. പല കോളേജ് ക്യാമ്പസുകളിലും SFIക്കാർ അഴിഞ്ഞാടുന്ന കാഴ്ചയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഒന്ന് രണ്ട് റാഗിംഗ് സംഭവങ്ങൾ, SFIക്കാരുടെ മർദ്ദനം, ഇതൊക്കെ തന്നെ പുറത്തു വരികയാണ്. വളരെ നാണം കെട്ടൊരവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം വിമർശിച്ചിട്ടുണ്ട്. തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും പിന്തുണയ്ക്കില്ല എന്ന് പ്രഖ്യാപിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഈ തെറ്റിനെ തലയിലേറ്റിവെച്ച് തലോടുകയാണ്, നെഞ്ചിലേറ്റുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.